Hello everyone, welcome to Easy Learning YouTube channel. Today I am going to take you to the second part of SSLC Social Science Part 1. It deals with history. The name of the chapter is Struggle and Freedom. If you have not yet subscribed to my channel, please subscribe and share. Kindly watch the video completely and leave your valuable comments in the comment box. Now I am going to take you to the second part of chapter 6, that is struggle and freedom. The first important question of this chapter that we can expect is explain the role of civil disobedience movement in India's freedom struggle. The Lahore session of International Congress or INC, which was held in 1929 under the chairmanship of Jawaharlal Nehru, was a turning point in the history of freedom movement in India. അതായത് SLCയിൽ സാധാരണ ഇതിൽ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എപ്രകാരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എത്രത്തോളം വിലയേറിയ അല്ലെങ്കിൽ എത്രത്തോളം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. 1929 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ലാഹോറിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിൽ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും അത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരുന്നു. This session declared that the ultimate aim of India's freedom struggle was to attain Purna Swaraj or complete freedom for the country. ഈ ലാഹോർ സെഷനിൽ എടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ നയപരമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടം തന്നെ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രാപ്തി, സ്വതന്ത്രത നേടിയെടുക്കുക അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് കൈവരിക്കുക എന്നാണ് ഈ ലാഹോർ സെഷനിൽ എടുത്ത തീരുമാനം. ഇറ്റ് ഓൾസോ റിസോൾവ്ഡ് ടു സ്റ്റാർട്ട് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഇതിന്റെ നേതൃത്വം വഹിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണെന്നും ലാഹോർ സെഷൻ തീരുമാനമെടുക്കുകയുണ്ടായി. By this movement, Gandhiji aimed to disobey all anti-popular and anti-democratic civil laws made by the British government. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പൂർണ്ണ സ്വരാജിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൽ ഗാന്ധിജി കൈക്കൊണ്ട നടപടികളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അന്ന് നിലവിലിരുന്ന ബ്രിട്ടീഷുകാരുടെ ജനാധിപത്യ സ്വഭാവത്തിലുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ ഭാരതീയ ജനതയ്ക്കും ജനങ്ങൾക്കാകമാനം തന്നെ ദോഷകരമായ വിധത്തിലുള്ളവയായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ളവയായിരുന്നു. ഇതിനെ മൊത്തമായി എതിർക്കണമെന്നുള്ള ഒരു തീരുമാനം, ഒരു ആഹ്വാനമാണ് മഹാത്മാഗാന്ധി അന്ന് ഏറ്റെടുത്തത്. He put forth the following proposals. അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെതായ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് സ്ലൈഡിൽ നോക്കിയാൽ അറിയാം. 1, 2, 3, 4 എന്ന് പറഞ്ഞ് സീരിയലൈസ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. The first one is to lift the salt tax. ബ്രിട്ടീഷുകാര് ഉപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിയിരുന്ന ആ ഒരു നിയമത്തെ എതിർത്തുകൊണ്ടുള്ള ഇതായിരുന്നു ആദ്യത്തെ സംഭവം. ടു ലിഫ്റ്റ് സോൾട്ട് ടാക്സ്. ടു ഡിക്ലെയർ 50% ടാക്സ് റിലാക്സേഷൻ ഫോർ ഫാമേഴ്സ്. അതായത് 50% അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ കർഷകർ അടച്ചുകൊണ്ടിരുന്ന നികുതി 50% കുറയ്ക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നിർദ്ദേശം. ടു ഇൻക്രീസ് ദ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഫോറിൻ ക്ലോത്ത്സ്. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന വസ്ത്രങ്ങളുടെ നികുതി തീരുവ അത് കുറയ്ക്കുക, അത് വർദ്ധിപ്പിക്കുക. ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. ഈ ദേശീയ പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിരുന്ന അനവധി പേരെ ഈ ദേശീയതയുടെ വളർച്ചയെ തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ പലവിധ ആരോപണങ്ങളും കുറ്റങ്ങളും ചുമത്തിക്കൊണ്ട് പലവിധ ജയിലുകൾ അടച്ചിരുന്നു. അവരെ മോചിപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യവും ഗാന്ധിജി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബഡ്ജറ്റ് ആൻഡ് ഹൈ സാലറി ഓഫ് ടോപ്പ് ഒഫീഷ്യൽസ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വളരെ ഉയർന്ന തലത്തിലുള്ള ശമ്പള വ്യവസ്ഥയായിരുന്നു അന്ന് നിലവിലിരുന്നത്. മാത്രമല്ല ഈ ഇന്ത്യയുടെ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് പടയാളികളുടെ
ചെലവുകൾ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. അതിനെ കുറയ്ക്കുക, അതിന്റെ തുക കുറയ്ക്കുക, മിലിറ്ററി ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളതും ഇതിൽ അദ്ദേഹത്തിന്റെ പ്രധാന നിർദ്ദേശമായിരുന്നു. ടു ഇൻക്രീസ് ദ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഫോറിൻ ക്ലോത്ത്സ്, നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾ അതിന്റെ നികുതി കുറയ്ക്കുക. ടു ഡിസോൾവ് ദ സീക്രട്ട് സർവീലിയൻസ് വിങ് ഫോം ടു വാച്ച് ഇന്ത്യൻസ്, അതായത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ അത് എപ്രകാരം അതിന്റെ രഹസ്യ സ്വഭാവത്തിലുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു സീക്രട്ട് സർവീലിയൻസ് ഉണ്ടായിരുന്നു, അതായത് ഒരു രഹസ്യ ചാര സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള വിഭാഗങ്ങളെ പൂർണ്ണമായിട്ട് ഡിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക. ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്. നമുക്കറിയാം കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ തീരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ബ്രിട്ടീഷ് കപ്പലുകളുടെ നിർമ്മാണവും മെയിൻ്റനൻസും ഒക്കെ അത് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ടു ഇംപ്ലിമെന്റ് പ്രോഹിബിഷൻ ഓഫ് ലിക്കർ, പൂർണ്ണമായിട്ട് മദ്യ നിരോധനം ഏർപ്പെടുത്തുക. ഇത് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുക്കുന്നതാണ്. യു ക്യാൻ സീ ദാറ്റ് he visited London and he attended round table conference on 3 occasions. Now we can move on to the second question of this video. It deals with salt satyagraha. Salt satyagraha played a major role in making national movement a mass movement. Substantiate. അതായത് SLCക്ക് പലപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ്, ഉപ്പ് സത്യാഗ്രഹം എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു റോളാണ് നമ്മുടെ ദേശീയതയുടെ വളർച്ചയ്ക്ക്, ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വഹിച്ചിട്ടുള്ളത്, അത് എപ്രകാരമാണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കുക എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ദ സോൾട്ട് സത്യാഗ്രഹ പ്രൂവ്ഡ് ടു ബി എ മൈൽസ്റ്റോൺ ഇൻ ദ നാഷണൽ മൂവ്മെന്റ്. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയുടെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു. ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് സോൾട്ട് സത്യാഗ്രഹ ആർ ആസ് ഫോളോസ്. അതിന്റെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളും അതിന്റെ ഓരോ ഘട്ടങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. Salt tax constituted 2/5 portion of the income collected by the British through taxes. നമുക്ക് എല്ലാവർക്കും സംശയം തോന്നും, ഈ ഉപ്പിൽ ചുമത്തിയിരുന്ന നികുതിയുടെ പേരിൽ എന്തിനായിരുന്നു ഇത്രയും വലിയൊരു സത്യാഗ്രഹം സംഘടിപ്പിച്ചതെന്നുള്ളത്. അതിന്റെ കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. Salt tax constituted 2/5 portion of the income collected by the British through taxes. ബ്രിട്ടീഷുകാർ അന്ന് നടപ്പിലാക്കിയിരുന്ന, അല്ലെങ്കിൽ അന്ന് അവർ ഇന്ത്യക്കാരിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഈടാക്കിയിരുന്ന, ചുമത്തിയിരുന്ന നികുതികളിൽ 2/5 യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഉപ്പിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ 20% അവരുടെ വരുമാനം എന്ന് പറയുന്ന, റവന്യൂ എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ദിസ് ടാക്സ് വാസ് എ ഹെവി ബർഡൻ ഫോർ ദ പൂർ പീപ്പിൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണക്കാരായ, ദാരിദ്ര്യത്തിൽ പെട്ട് ഉഴറുകയായിരുന്ന സാധാരണ ജനങ്ങൾക്ക് അതൊരു വൻ ബാധ്യതയായിരുന്നു എന്നുള്ളതാണ്. The British government banned small scale indigenous salt production. അവര് വൻകിട വ്യവസായ സ്വഭാവങ്ങളെയായിരുന്നു അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ചെറിയ രീതിയിൽ പാവപ്പെട്ട ജനങ്ങൾ ചെയ്തിരുന്ന ഉപ്പ് നിർമ്മാണവും മറ്റുമൊക്കെ അവർ പൂർണ്ണമായിട്ട് ബാൻ ചെയ്യുകയായിരുന്നു, നിരോധിക്കുകയായിരുന്നു. There was 3-fold hike on salt price. അതിന്റെ ഭാഗമായിട്ട് ഉപ്പിന്റെ വില 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുകയുണ്ടായി. The demand for lifting salt tax was a slogan suitable to inspire all segments of the society. അതായത് ഉപ്പിൽ ചുമത്തിയിരുന്ന നികുതി പിൻവലിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടവരെ മാത്രമല്ല, പൂർണ്ണമായിട്ട് ഇന്ത്യൻ സമൂഹത്തെ മൊത്തത്തിൽ സ്വാധീനിക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Inspired by Gandhiji, people in various parts of the country started to produce salt on their own, violating the British regulations. ബ്രിട്ടീഷുകാരുടെ ശക്തമായ താക്കീതുകളും നടപടിക്രമങ്ങളും നിയമവ്യവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ജനങ്ങൾ ഉപ്പ് നിർമ്മാണം അവരുടേതായ രീതിയിൽ, ചെറിയ രീതിയിൽ ആരംഭിക്കുകയും അങ്ങനെ ഈ സത്യാഗ്രഹം ദേശവ്യാപകമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടരുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The important centers of this protest, അത് നേരത്തെ പറഞ്ഞതുപോലെ ദേശവ്യാപകമായിരുന്നു എന്ന് പറയുന്നു. ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് സെന്റേഴ്സ്? പയ്യന്നൂർ ഇൻ കേരള,
നമ്മുടെ സ്വന്തം നാട്ടിലെ കണ്ണൂർ ജില്ലയിൽപ്പെട്ട പയ്യന്നൂർ ഒന്ന്. വേദരായണം ഇൻ തമിഴ്നാടു, ബോംബെ അല്ലെങ്കിൽ മുംബൈ ഇൻ മഹാരാഷ്ട്ര. Noakhali in Bengal and Northwest Frontier Province. As part of the protest, volunteers made salt and distributed it to the public, hoisted national flag and chanted anti-British slogans. ഇതിന്റെ ഭാഗമായിട്ട് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ പ്രക്ഷോഭകർ എന്ത് ചെയ്തു? അവര് മാസായിട്ട് ഉപ്പ് നിർമ്മിക്കുകയും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. കൂടാതെ ഇന്ത്യൻ ദേശീയ പതാക പല ഭാഗങ്ങളിലായിട്ട് അത് ദേശീയ പതാക ഉയർത്തുകയും അവർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. The British police, as you may expect, severely tortured a team of volunteers led by Sarojini Naidu, who had set out to Darshana salt field in Gujarat. ഇതിന്റെ പ്രധാനപ്പെട്ട ഉപ്പ് സത്യാഗ്രഹത്തിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു നാഴികക്കല്ലിനെ കുറിച്ചാണ് പറയുന്നത്. പ്രമുഖയായിട്ടുള്ള ദേശീയ നേതാവായിട്ടുള്ള ശ്രീമതി സരോജിനി നായിഡു ഈ സത്യാഗ്രഹവുമായിട്ട് ദർശന എന്ന് പറയുന്ന ഗുജറാത്തിലെ ഉപ്പ് നിർമ്മാണശാലയിലേക്ക് പോകുന്ന വഴിക്ക് ബ്രിട്ടീഷ് പോലീസുകാർ അവരെ വളരെ മൃഗീയമായി നേരിടുകയും അവരോടൊപ്പം ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സിനെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുകയും ചെയ്തതായിട്ട് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ആൻഡ് ദ മൂവ്മെന്റ് വാസ് സപ്രസ്ഡ് കെയർലെസ്ലി. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കുകയും അത്തരത്തിൽ ഒരു ഉരുക്കുമുഷ്ടിയോടുകൂടി തന്നെ ഈ പ്രക്ഷോഭത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. ബട്ട് ദ ഇമ്പാക്ട് ഓഫ് സോൾട്ട് സത്യാഗ്രഹ വാസ് ഇമ്മൻസ് ആൻഡ് ഇറ്റ്സ് ഇംപ്രഷൻ വാസ് എവിഡന്റ് ഇൻ ദ ഫോളോയിങ് നാഷണൽ മൂവ്മെന്റ്സ്. അങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തെ ശക്തമായ രീതിയിൽ അടിച്ചമർത്തിയെങ്കിൽ പോലും അതിന്റെ സ്വാധീനം തുടർന്നുള്ള ദേശീയ പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായിരുന്നു എന്ന് നമുക്ക് തുടർന്ന് പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീമതി സരോജിനി നായിഡുവിന്റെ ഫോട്ടോയാണ് നമുക്ക് ഈ സ്ലൈഡിൽ കാണാൻ കഴിയുന്നത്. Now we can move on to the next question of this video. It's about Quit India movement. Prepare a note on the Quit India movement. During the session of Indian National Congress in Mumbai in 1942, Gandhiji asked the British to quit India at the earliest. 1942 ബോംബെയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് എത്രയും വേഗം രാജ്യം വിടണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. It was a mass movement based on the ideology of ahimsa or non-violence, meant to force the British to leave the country, offering complete freedom to Indians. അതായത് അതിൽ വളരെ ജനകീയമായിട്ടുള്ള പതിനായിരക്കണക്കിന് ഭാരതീയർ പങ്കെടുത്ത അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു പ്രതിഷേധമായിരുന്നു അത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ എത്രയും പെട്ടെന്ന് രാജ്യം ഉപേക്ഷിക്കുകയും നമ്മൾ ഭാരതീയർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരികയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടന്ന ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു. The factors that caused Quit India movement are the reluctance of the British to implement constitutional reforms in India. ഈ Quit India movement തുടങ്ങിയതിന് വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ അതിലേക്ക് നയിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഒന്നെന്താണ്? reluctance of the British to implement constitutional reforms. ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ബ്രിട്ടീഷ് ഭരണാധികൾ വൈസ്രോയി ആയാലും ബ്രിട്ടീഷ് പാർലമെന്റ് ആയാലും വൈമുഖ്യം കാണിച്ചിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. പബ്ലിക് ഡിസ്ഗസ്റ്റ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് പലവിധ പ്രകൃതിക്ഷോഭങ്ങൾ വരൾച്ചയുടെ രൂപത്തിലും ചില സമയത്ത് പേമാരിയുടെ രൂപത്തിലും ചില സമയത്ത് മഹാമാരികളുടെ രൂപത്തിലും ഭാരതീയ ജനതയെ തകർത്തുകൊണ്ടിരുന്നു ഈ പലവിധ പ്രകൃതിക്ഷോഭങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ ശക്തമായ ഫാമിൻ അല്ലെങ്കിൽ വരൾച്ച ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടാവുകയും എന്നാൽ ഇത് മാറ്റിയെടുക്കാൻ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് ഭരണാധികൾ കാര്യമായി ഒന്നും തന്നെ ചെയ്തില്ല. സോ there developed a disgust among the Indian public. ഇതിന് കുറെ കൂടി വേദനാജനകമാകുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും വില വളരെയധികം വർദ്ധിപ്പിച്ചു എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കണം. The assumption that the British would be defeated in the Second World War. മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ബ്രിട്ടൻ പങ്കെടുത്ത ആ യുദ്ധത്തിൽ അലൈസിനോടൊപ്പം സഖ്യകക്ഷികളോടൊപ്പം ആയിരുന്നു ബ്രിട്ടൻ അതിൽ പങ്കെടുത്തത്. ആക്സിസ് പവേഴ്സായ ജർമ്മനി, ഇറ്റലി, ജപ്പാനെതിരെയായിരുന്നു പൊരുതിയിരുന്നത്. അപ്പോൾ ഹിറ്റ്ലർ, മുസോളിനി പോലുള്ള നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ആക്സിസ് പവേഴ്സിനെതിരെ ബ്രിട്ടൻ വിജയിക്കാനുള്ള സാധ്യത അവസാനം വരെയും ഇല്ലായിരുന്നു. പിന്നെ അമേരിക്ക വന്നപ്പോഴൊക്കെയാണ് രണ്ടാം ലോക മഹായുദ്ധം സഖ്യകക്ഷികൾ വിജയിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ജർമ്മൻ മുന്നേറ്റം കണ്ടപ്പോൾ ബ്രിട്ടൻ ആ യുദ്ധത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നലും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ദേശീയതയ്ക്ക് ശക്തമായ ഒരു ബലപ്പെടൽ ഉണ്ടായതായിട്ട് കാണുവാൻ സാധിക്കും. ആസ് പാർട്ട് ഓഫ് ദിസ്, ഗാന്ധിജി called for the following: princely states shall recognize the sovereignty of the people. അതായത് അന്ന് അനേക നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം എന്താണ്, അവരുടെ പ്രജകളുടെ സോവർണിറ്റി, അവരുടേതായ ജനങ്ങളുടേതായ പരമാധികാരം അംഗീകരിക്കുക. 1. 2. ഫാമേഴ്സ് ഷാൽ നോട്ട് പേ ലാൻഡ് ടാക്സ്. കർഷകർക്ക് ഭൂനികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഷാൽ ഡിസ്ക്ലോസ് their loyalty to INC without resigning their post. സർക്കാർ ഉദ്യോഗസ്ഥർ അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന പദവികളിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ദേശീയതയോടുള്ള അവരുടെ കൂറ് വെളിപ്പെടുത്തുക. അതിനുവേണ്ടി ജോലി രാജിവെക്കേണ്ട കാര്യങ്ങൾ ആ പദവികളിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് ചെയ്യുക. നാഷണൽ INC without quitting their positions in the army, soldiers shall disobey orders to shoot and kill Indians. നമുക്കറിയാം, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പടയാളികളുടെ നേതൃത്വം ബ്രിട്ടീഷുകാർക്കായിരുന്നുവെങ്കിലും ശിപ്പായികളും മറ്റുമൊക്കെ ഭൂരിപക്ഷവും ഇന്ത്യക്കാരായിരുന്നു. അവരും അവരുടെ പട്ടാളത്തിലുള്ള സേവനം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. പകരം എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ബ്രിട്ടീഷ് മേധാവികളുടെ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ സഹജീവികളായ മറ്റുള്ളവരെ, പ്രക്ഷോഭകാരികളെ ആക്രമിക്കുവാനും അവരെ നേരിടുവാനുമുള്ള നിർദ്ദേശത്തെ അവഗണിക്കുക. If possible, students shall boycott education till attaining freedom. വിദ്യാർത്ഥികൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അവരുടെ വിദ്യാഭ്യാസം താൽക്കാലികമായിട്ട് ബഹിഷ്കരിക്കണം. കൂടുതൽ ശ്രദ്ധ സ്വാതന്ത്ര്യലബ്ധിക്കായിട്ട് കൊടുക്കണം. The British government suppressed the movement very severely and arrested leaders including Mahatma Gandhi. ബ്രിട്ടീഷുകാർ ശക്തമായ ഭാഷയിലായിരുന്നു ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ നേരിട്ടത്. അവർ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ ഇതിനെ നേരിടുകയും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയും തടങ്കിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു, ഇൻക്ലൂഡിംഗ് നമ്മുടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ. In protest, the uncontrolled mob demolished government offices, electric lines and transportation facilities. ജനങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവരുടെ അഹിംസാ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറുകയും അവര് ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിൻ്റെതായ ഓഫീസുകളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, അവരുടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, അവരുടേതായ ഇലക്ട്രിക് ലൈൻസ് എല്ലാം അവര് പ്രതിഷേധക്കാർ തകർക്കുകയും കത്തിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. At the end of 1942, India was under the fire of popular unrest. ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിന് അപ്പുറമായ രീതിയിൽ ഇന്ത്യയിൽ പ്രക്ഷോഭം ആളിക്കത്തിയ ഒരു അവസ്ഥ ഉണ്ടായി. The Quit India movement was a clear indication of the people's determination to grab freedom for their country. ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവമുണ്ട്, നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങൾ പോലെയല്ല. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ, ജനങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം, അല്ലെ വ്യക്തമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടുള്ള അഭിവാഞ്ചയാണ്. സ്വന്തം രാജ്യത്തെ സാമ്രാജ്യത്വ ശക്തിയിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ശക്തമായ അഭിവാഞ്ചയാണ് യഥാർത്ഥത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ റിഫ്ലക്ട് ചെയ്തിരുന്നത് എന്ന് ബ്രിട്ടീഷുകാർക്ക് വളരെ വേഗം തന്നെ ബോധ്യപ്പെടുകയുണ്ടായി. Thus, we have come to the end of this video, which is the second part of struggle and freedom. In the last slide, we can see the photo of our beloved Mahatma Gandhi with Maulana Abul Kalam Azad and Kripalani at the Quit India conference. Thank you all for watching this video.